ഞാൻ ഈ പകൽ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ പോരുകളിൽ നിന്നും ഞാൻ മറ്റൊരു കാര്യങ്ങളും, നമ്മുടെ കുട്ടികളെ ശത്രു പിടിച്ചുകൊണ്ട് പോകാതെ സൂക്ഷിക്കാൻ യേശു മതിയായവൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്കുള്ളത് ശത്രു അപകരിച്ചു കൊണ്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കാൻ യേശു മതിയായവൻ. ശത്രു കൊണ്ടുപോയത് തിരിച്ചു പിടിക്കാനും നമുക്ക് സഹായിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രിയപ്പെട്ടവർ, ഇന്ന് ലോകത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. പല നിലകളിലാണ് മാനസികമായി ഭീകരവാദങ്ങളിലേക്കും മറ്റ് വർഗീയവാദങ്ങളിലേക്കും മറ്റ് അനാവശ്യ ചിന്തകളിലേക്കും പാപവഴികളിലേക്കും ഒക്കെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വശം തെറ്റിച്ച് പിടിച്ച് നമ്മൾ നോക്കുമ്പോൾ അവര് നമ്മുടെ കണ്ണെത്തി ദൂരത്തൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മള് ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മളവരെ കാണുന്നുണ്ട് വീഡിയോ. പക്ഷെ അവരുടെ മനസ്സിനെ ശത്രു പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും വിടുവിച്ചെടുക്കുവാൻ യേശു മതിയായവൻ. ഹല്ലേലൂയ. ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ വിടുവിച്ചെടുക്കുവാൻ യേശു മതിയായവനാണ്. യേശു മതിയായവനാണ്. നമുക്ക് ആ എനിമീസിൽ നിന്ന്, ശത്രുവിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ കർത്താവ് അവസരം. നമ്മൾ ഇനി വീണ്ടും ഞാൻ ഏറ്റവും ആദ്യം വായിച്ച യൂദ 24, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് പരിപാലിക്കാൻ. അത് വീഴാതെ വണ്ണം എന്നുള്ളതിന് നമ്മൾ അറിയണം, അതിന് സ്റ്റംബ്ലിംഗ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. സ്റ്റംബ്ലിംഗ് എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ കർത്താവ് നമ്മളെ സൂക്ഷിക്കാൻ മതിയായിരുന്നു. തകർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയ ജീവിതത്തില് നമ്മൾ എന്ത് ചെയ്യാം? ദൈവമക്കൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആത്മീയ ജീവിതം ശരിയായ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകാതെ നിരാശയൊക്കെ കയറി കുറെ ഇപ്പൊ ചർച്ചിലൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ ആരാധിക്കുന്നു, ഇവിടെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടാൻ പറഞ്ഞ് പാട്ട് പാടുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. പല കാര്യങ്ങളും പക്ഷെ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മൾ എവിടെയോ എന്തോ നമുക്ക് സംഭവിച്ച പോലെ ഒരു വീണു പോകുന്ന ഒരു സാഹചര്യം പറഞ്ഞു. നിരാശയും ഇത് ശരിയാണോ കർത്താവേ ഈ പറയുന്ന ദേവദാസന്മാരൊക്കെ ഈ പറയുന്നതും ഈ നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണ്, ഇതുകൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടോ, ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് വല്ല രക്ഷ. നമ്മളിങ്ങനെ ആർപ്പാടെ ഒരു ഡിലേമ എന്ന് പറയും, ഒരു പ്രത്യേക അവസ്ഥയിലായി പോകുന്ന സാഹചര്യം പലർക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയട്ടെ, എന്നാൽ നമ്മുടെ കർത്താവ് ഈ വീഴ്ചയിൽ നിന്ന് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കാൻ യേശു മതിയായവനാണ്. അത് നമ്മൾ ഏറ്റവും ആദ്യം വായിപ്പിച്ചു. യൂദ 24, വീഴാതെ വണ്ണം. ഒന്നുകൂടി വായിക്കാതെ, വീഴാതെ വണ്ണം ആനന്ദത്തോടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കളങ്കം ഒന്നും വരാതെ ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന് യേശു ക്രിസ്തു മുഖാന്തരം ഇത് തന്നെ ദൈവത്തിന്റെ സ്തോത്രം. നമ്മളെ സൂക്ഷിക്കാൻ കർത്താവ് മതിയായിരുന്നു. നമ്മള് നിരാശപ്പെട്ട് തകർന്നു പോകാതിരിക്കത്തക്കവണ്ണം നമ്മളെ സൂക്ഷിക്കാൻ അത് ഏറ്റവും ആവശ്യമുണ്ട്. നമ്മുടെ മാനസിക ധൈര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം നമ്മള് വ്യക്തിപരമായി തകർന്നു പോയാൽ പിന്നെ എല്ലാം പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയട്ടെ, പല ദൈവമക്കളും അങ്ങനെയുള്ള അവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. പല കാര്യങ്ങളിലും നിരാശപ്പെട്ട് നമുക്ക് വ്യക്തിപരമായി ഒരു ഗുണവുമില്ലാത്ത നിലയിൽ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതൊക്കെ മാറ്റിവെച്ച് തികഞ്ഞ ധൈര്യത്തോടെ നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവ് മതിയായവനാണ്. കൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും വായിക്കട്ടെ, മനുഷ്യന്റെ തിന്മയ്ക്കെതിരെ നമ്മളെ സൂക്ഷിക്കാൻ ദൈവം മതിയായ. ഉൽപ്പത്തി പുസ്തകം 40:2 മുതൽ 5 വരെ വാക്യങ്ങൾ വായിക്കാം. മനുഷ്യന്റെ തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ മനുഷ്യൻ ഒരുക്കുന്ന ആപത്കെണികൾക്കെതിരെ നമ്മളെ സൂക്ഷിക്കാൻ. ഉൽപ്പത്തി 40:2 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കാം. ഞാൻ ചുരുക്കത്തിൽ പറയാം. 2 ഉദ്യോഗസ്ഥരോട് കോപിച്ച് അവരെ ജയിലിലിട്ടു. ഇനി അടുത്ത അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസേഫ്
കാരാഗൃഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസേഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. എന്നെ ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച, നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ കുറെ കാലം തടവിൽ കിടന്നു. ആരൊക്കെ? അപ്പക്കാരുടെ പ്രമാണി, പിന്നെ പാനപാത്രവാരുടെ പ്രമാണി, പിന്നെ യോസേഫ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു തെറ്റും ചെയ്യാത്ത യോസേഫ് എവിടെ എത്തിയപ്പോ? ജയിലിലാണ്, കാരാഗ്രഹത്തിലാണ്. ഈ അപ്പക്കാരുടെ പ്രമാണി പാനപാത്രം, ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടാണ് അവിടേക്ക് വന്നത്. പക്ഷെ യോസേഫ് ഒരു തെറ്റ്, അവൻ ചെയ്ത തെറ്റെന്താണ്? അവൻ കണ്ട സ്വപ്നം ആരോട് വിളിച്ചു പറഞ്ഞു? സഹോദരന്മാരോട് പറഞ്ഞു. അവനെ സഹോദരന്മാരും കൊല്ലാൻ നോക്കി. അതിന് പിടിച്ച് പൊട്ടക്കെട്ടിലിട്ടു. അവിടുന്ന് വിളിച്ച് കരക്ക് കയറ്റി മിസ്രയീമിൽ കച്ചവടക്കാർക്ക് വിറ്റു. അവിടുന്ന് അവൻ എവിടെ വന്നു? പൊത്തിഫേറിന്റെ ഭവനത്തിൽ വന്നു. പൊത്തിഫേറിന്റെ ഭാര്യ നിമിത്തം അവൻ എവിടെ വരേണ്ടി വന്നു? ജയിലിൽ. ഒരു തെറ്റും ജോസഫ് ഇന്നുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എത്ര എന്ത് ചെയ്യേണ്ടി വന്നു? കുറെ കാലം. നമുക്കും ഈ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം നമുക്ക് വീണ്ടും വായിക്കാം. 41-ന്റെ ഉൽപ്പത്തി 41-ന്റെ 38 മുതലുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വായിക്കാറുണ്ട്. ഞാൻ നിർത്തുക. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വായിക്കുന്നു, ഫറവോൻ യോസേഫ് എന്ത് ചെയ്തു? ഫറവോൻ കണ്ട സ്വപ്നം പോലും ആരും മറന്നുപോയായിരുന്നു. ഫറവോൻ മറന്നുപോയായിരുന്നു. ബാക്കി വലിയ പ്രമാണികളെല്ലാം വലിയ മുടികന്മാരൊക്കെ വന്നിട്ട് വായിക്കുക, സ്വപ്നം പറയാൻ അർത്ഥം പറയാം. പക്ഷെ പുള്ളി സ്വപ്നം ഓർക്കുന്നില്ല. പക്ഷെ പാനപാത്രവായ പ്രമാണി അന്നേരമാണ് ഓർക്കുന്നത്, ഞാനൊരു കാര്യം മറന്നുപോയി. എന്നെ ജയിലിൽ വെച്ച് ഞാൻ കണ്ട സ്വപ്നത്തിന് അർത്ഥം പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അവൻ വേഗം ഫറവോന് അറിയിച്ചു കൊടുത്തു. ഫറവോൻ വേഗം നമ്മള് യോസേഫിനെ കൊണ്ടുവരാൻ ഓർഡർ ഇട്ടു. എന്നിട്ട് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യോസേഫിനെ എന്ത് ചെയ്യുന്ന വായിക്കുന്നത്? അവന്റെ മുടിയും താടിയും എല്ലാം കത്തിരിച്ച് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വായിക്കണം, യോസേഫ് ആരാണ്? ജയിലിലെ ആരാ? ബാക്കി ജയിൽ പുള്ളികളെ ആരാ? നോട്ടക്കാരനാ. ബാക്കി എല്ലാവരെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? യോസേഫിന്റെ കയ്യിലാണ്. പക്ഷേ ജയിലിൽ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് മാറ്റം വരുന്നത്. അവിടെ വെള്ളം കുടിക്കാൻ മര്യാദയ്ക്ക് കിടക്കാൻ പ്രത്യേക തലയുടെ കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കിടക്കണം. അതുകൊണ്ടാണല്ലോ അവനെ യോസേഫ്, നമ്മൾ ചരിത്രത്തിലെ യോസേഫിനെ കുളിപ്പിച്ച് നല്ല വസ്ത്രം കൊടുക്കുകയില്ല, ഉഷ്ണ വസ്ത്രം അലക്കൂല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ജയിലിലുണ്ട്. അതെല്ലാം മാറ്റി യോസേഫിനെ കൊണ്ടുവന്ന് ഫറവോന്റെ മുമ്പിൽ നിർത്തി. യോസേഫ് സ്വപ്നവും പറഞ്ഞു കൊടുത്തു, അർത്ഥവും പറഞ്ഞു കൊടുത്തു. ഫറവോൻ ഞെട്ടിപ്പോയി, ഒന്നും വിട്ടുപോയി. അപ്പോഴാ ഫറവോൻ പറഞ്ഞത്, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ ഉന്നതനായിരിക്കും. ബാക്കി രാജ്യം മുഴുവൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നീ എന്ന് പറഞ്ഞ അവനെ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ചു, സ്വർണ്ണ സരപ്പളി, പ്രത്യേക മാല അവനെ ഇടിയിച്ചു. അവന്റെ മുമ്പിൽ എല്ലാവരോടും മുട്ടുകുത്താൻ പറഞ്ഞ് അവനെ രാജ്യത്ത് മുഴുവൻ കൊണ്ടു നടന്നു. എന്റെ കർത്താവിന് സ്തോത്രം. ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, ദുഷ്ടമനുഷ്യൻ ഒരുക്കുന്ന കെണിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, ദൈവികമായ സംരക്ഷണം തരുവാൻ യേശു മതിയായവനാണ്. നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഞാനിന്റെ ഈ വ്യക്തി കുറെ പേര്, 3-4 പേര് മനഃപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെ പല കുടുക്കിലൊക്കെ പെടുത്താൻ പറ്റും. കുടുക്കെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ചില ദ്രോഹം ചെയ്യാൻ പറ്റും. ഇല്ലേ? നിങ്ങൾക്കൊക്കെ എതിരെ ദ്രോഹം ചെയ്യാൻ പറ്റും. മനഃപൂർവ്വമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ദ്രോഹത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ആരാണ്? അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് അവരുടെ മുകളിൽ നമ്മളെ ഉയർത്തുന്ന, നമുക്കറിയാം ഈ സഹോദരന്മാരെല്ലാം വന്ന് അവരെ എന്ത് ചെയ്യേണ്ടി വന്ന അവസാനം
ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരണം, അല്ലേ? ഞങ്ങളുടെ വീടെല്ലാം പട്ടിണിയാകുമെന്ന് പറഞ്ഞ അവരുടെ മുമ്പില് അതിന്റെ മുമ്പില്